ഹലോ, വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എല്ലാവരും കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവൂലേ, WCPOയ്ക്ക് എല്ലാവരും കൺഫർമേഷൻ കൊടുത്തില്ലേ? അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ കൂടുതൽ ഉപകാരപ്രദമാവുക. WCPO ഉള്ളവർക്കുള്ള സിലബസും എങ്ങനെ ഇനിയുള്ള 80 ദിവസത്തോളം ഉണ്ട്, എന്നാലും ഞാൻ പറയുന്നു 60 ദിവസം കൊണ്ട് നമുക്ക് അത്യാവശ്യം എങ്ങനെ കവർ ചെയ്ത് എല്ലാ സംഭവങ്ങളും പഠിച്ചു പോകാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കൺഫർമേഷൻ വന്നതിന് മുന്നേ കുറച്ച് പഠിച്ചിട്ട് അല്ലെങ്കിൽ കൺഫർമേഷൻ വരട്ടെ എന്നിട്ട് പഠിക്കാമെന്നൊക്കെ ചിന്തിച്ചിരുന്ന ആൾക്കാർ ഇപ്പം കൺഫർമേഷൻ വന്നു, ഇനി വെറും 60 ദിവസത്തെ അടുത്തേ ഉള്ളൂ, 3 മാസം പോലും തികച്ചില്ല. അപ്പം ഇപ്പം മുതൽ നമ്മൾ അതുപോലെ വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റുള്ളൂ. നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ കയറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നന്നായിട്ട് നിങ്ങൾ പ്രയത്നിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ളവർക്ക് ആദ്യം നമ്മൾ അറിയേണ്ടത് WCPOയുടെ സിലബസ് ആണ്. സിലബസ് അറിയാതെ നമുക്ക് ഇത്രയും ദിവസം കൊണ്ട് ഒന്നും അല്ലെങ്കിലും ഏത് പരീക്ഷ നമ്മൾ എടുത്താലും നമ്മൾ സിലബസ് നോക്കാതെ നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പം ആദ്യം നമുക്കറിയേണ്ടത് സിലബസ് ആണ്. അപ്പം നമുക്ക് സിലബസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് പൊതുവിജ്ഞാനമാണ്. പൊതുവിജ്ഞാനം ആദ്യത്തേത്. പൊതുവിജ്ഞാനത്തിൽ അതിൽ വരുന്നത് ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും, ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം, ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, കലാ, കായികം, സാഹിത്യം, സംസ്കാരം എന്നിവയാണ്. രണ്ടാമത്തേത് അനുകാലിക വിഷയങ്ങൾ 10 മാർക്കിന്. പൊതുവിജ്ഞാനം എത്ര മാർക്കിന്? 40 മാർക്കിന് അല്ലേ? പൊതുവിജ്ഞാനം ചോദിക്കുന്നത് 40 മാർക്കിന്. അത് ഇത്രയും സബ്ജക്റ്റിൽ നിന്ന് ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വം, ഇന്ത്യ ഭരണഘടന, കേരളം, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും, ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, കലാ, കായികം, സാഹിത്യം. പിന്നെ രണ്ടാമത്തേത് അനുകാലിക വിഷയങ്ങൾ, അതായത് കറണ്ട് അഫയേഴ്സ് 10, മാത്സ് 10, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും, ജനറൽ ഇംഗ്ലീഷ് 10, പ്രാദേശിക ഭാഷ 10, പിന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് 20. സ്പെഷ്യൽ ടോപ്പിക്ക് ഉണ്ടാവും ഇതിൻ്റെ അകത്ത്, അതായത് ഈ വിമൻസ്, അതായത് പോലീസ് സംഭവം, IPC സംഭവങ്ങളുമായിട്ട് വിട്ട 20 മാർക്കിന്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പൊതുവിജ്ഞാനത്തിൽ ചരിത്രത്തിൽ നിന്ന് 5 മാർക്കാണ് പറയുന്നത്. ചരിത്രം 5 മാർക്ക്. കേരളം, യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന, മാർത്താണ്ഡ വർമ്മ മുതൽ ശ്രീചിത്ര തിരുനാൾ വരെ തിരുവിതാംകൂറിൻ്റെ ചരിത്രം, സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ, ഐക്യ കേരള പ്രസ്ഥാനം, 1956 ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം. ഇത്രയും ചോദിക്കും. 2, ഇന്ത്യ രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, 1-ാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം, സ്വദേശി പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലവും, സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ കാലഘട്ടം, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി, വിദേശനയം. 3-ാമത്തേത് ലോകം, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, 2-ാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം, ഐക്യരാഷ്ട്ര സംഘടന, മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ. അടുത്തത് 4-ാമത്തെ ഭൂമിശാസ്ത്രം 5 മാർക്ക്. 2-ാമത്തെ ഭൂമിശാസ്ത്രത്തിൻ്റെയാണ് 5 മാർക്കാണ്. 1, ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, അതായത് ജോഗ്രഫി, ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഭൗമോപരിതലം, അന്തരീക്ഷമർദ്ദം, കാറ്റും താപനിലയും, ഋതുക്കളും, ആഗോള പ്രശ്നങ്ങൾ, ആഗോള താപനം, വിവിധ തരം മലിനീകരണങ്ങൾ, മാപ്പുകൾ, ട്രോപ്പോഗ്രാഫിക് മാർക്കുകൾ, അടയാളങ്ങൾ, വിദൂര സംവേദനം, ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം, മഹാസമുദ്രങ്ങൾ, സമുദ്രചലനങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും ഒക്കെ, അതായത് ജോഗ്രഫി. അടുത്തത് ഇന്ത്യൻ ജോഗ്രഫി,
ഭൂപ്രകൃതി, സംസ്ഥാന ഇനി അവയുടെ സവിശേഷതകൾ, ഉത്തരപർവ്വത മേഖല, നദികൾ, ഉത്തര മഹാതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം, കാലാവസ്ഥ, സ്വാഭാവിക സുസ്ഥിതി, കൃഷി, ധാതുക്കളും വ്യവസായവും, ഊർജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. അടുത്തത് 3 കേരളം. കേരള ജോഗ്രഫി, ഭൂപ്രകൃതി, ജില്ലകള്, സവിശേഷതകള്, നദികള്, കാലാവസ്ഥ, സ്വാഭാവിക സുസ്ഥിതി, വന്യജീവി, കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും, ധാതുക്കളും വ്യവസായവും, ഊർജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനം. അടുത്തത് ധനതത്വശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സിൽ നിന്ന് 5 മാർക്ക്. ഇന്ത്യൻ സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതി, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, സാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം. ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് 8 മാർക്ക്. ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഗവൺമെന്റിന്റെ ഘടകങ്ങൾ, പ്രധാന ഭരണഘടനാ ഭേദഗതി, പ്രധാനമായിട്ട് പറയുന്നത് 42, 44, 52, 53, 74, 86, 91. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്ന ഭേദഗതികളാണ്. എന്നാലും ആർട്ടിക്കിൾസും അമെൻമെൻറ്റ്സും നോക്കണം കേട്ടോ. ഒരുപാട് ഈ 8 മാർക്കിൽ ചിലപ്പോൾ 4-5 മാർക്കിന് ചോദിക്കുന്നത് ആർട്ടിക്കിൾസും അമെൻമെൻറ്റ്സും ആയിരിക്കും, പറയാൻ പറ്റില്ല. പഞ്ചായത്ത് രാജ്, ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവ. അടുത്തത് കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും 3 മാർക്കിനായിരിക്കും. അതായത് കേരളത്തിലെ സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനം, വിവിധ കമ്മീഷനുകൾ, സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ, ദുരന്ത നിവാരണ അഭിവൃദ്ധി, തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കരണം, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹ്യക്ഷേമം, സാമൂഹിക സുരക്ഷിതത്വം. അങ്ങനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 6-മത്തെയാണ് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും. അതായത് ബയോളജിയും, ഇത് 4 മാർക്കിന്. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ അതൊന്നും എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും നിങ്ങൾക്ക്. ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. അടുത്തത് 7-മത്തേതാണ് ഭൗതിക ശാസ്ത്രം, 3 മാർക്ക്. ഭൗതിക ശാസ്ത്രത്തിന്റെ ശാഖകൾ ദ്രവ്യം, യൂണിറ്റ്, അളവുകളും തോതും. അതിൻ്റെ അകത്ത് പറയുന്നത് ചലനം, പ്രകാശം, ശബ്ദം, ബലം, ഗുരുത്വാകർഷണം, താപം, പ്രവൃത്തി, ഊർജം, പവർ, അങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്. അതിപ്പോൾ 4 മാർക്കിന് നമ്മൾ ഇത്രയും പോർഷൻസ് കവർ ചെയ്യണം. അതിന് നിങ്ങൾ ഇതിൻ്റെ അകത്ത് ചോദിച്ചേക്കുന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അതിൽ നിന്നാക്കി ഈ 60 ദിവസം കവർ ചെയ്യാൻ എളുപ്പം. അല്ലാതെ ഇത്രയും പോർഷൻസ് ഈ 60 ദിവസം കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളൊരു നേരത്തെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പം റിവിഷനൊക്കെ ചെയ്താൽ മതി എന്നുള്ള ആൾക്കാർക്ക് അത് ചെയ്യാം. എന്നാലും ഞാൻ പറയുന്നു, നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോർ ഏരിയാസ് ഏതാണെന്ന് മനസ്സിലാവും. അതായത് എപ്പോഴും ചോദിക്കുന്ന മേഖല, ഇതിനിപ്പോൾ CPO, WCPO അല്ലെങ്കിൽ നമ്മുടെ ഏത് കേരള PSCയുടെ എക്സാമിനും നമുക്കിപ്പം എപ്പോഴും ആവർത്തിച്ച് വരുന്ന ഒരു പോർഷൻസുകളുണ്ടാകും. ആ പോർഷൻസ് നിങ്ങൾ മനസ്സിലാക്കും. അത് നിങ്ങൾക്ക് ഈ 60 ദിവസം കൊണ്ട് സുഖമായിട്ട് കവർ ചെയ്യാൻ പറ്റും. അല്ലാത്തൊരു റിവിഷനായിട്ടും നോക്കുക, അങ്ങനെ നോക്കുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടം പോലെ എക്സ്ട്രാ പോയിന്റ് കിട്ടും. ചോദ്യവും ഉത്തരവും ഉത്തരത്തിലെ ഓപ്ഷനുകളും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നന്നായി കിട്ടും. അടുത്തത് രസതന്ത്രമാണ്, അതും 3 മാർക്കിനാണ്. ആറ്റം, മൂലകങ്ങൾ, ലോഹങ്ങൾ, അത്രയാണ്. പിന്നെ 9-മത്തെയാണ് കലാ, കായികം, സാഹിത്യം, സംസ്കാരം, 4 മാർക്കിന്. അതിൽ കല ചോദിക്കുന്നത് കേരളത്തിലെ പ്രധാന ദ്രവ്യശാഖ, ഇവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലം ഏതാ, സ്ഥാപനങ്ങൾ ഏതാ, വ്യക്തികൾ ഏതാ, കലാകാരന്മാർ ഏതാ, എഴുത്തുകാർ ഏതാ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അടുത്തത് കായികമാണ്. കായിക രംഗത്ത് വ്യക്തി മുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ.
ഇത് പ്രധാനമായിട്ടും നമുക്ക് കറണ്ട് അഫയേഴ്സ് പ്ലസ് ആയിരിക്കും വരുന്നത്. കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് നോക്കുമ്പോൾ ഇത് കായികത്തിൻ്റെ ഇതൊക്കെ ഒന്ന് പ്രത്യേകം എടുത്ത് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേയൊക്കെ കിട്ടും. പ്രധാന അവാർഡുകൾ, പ്രധാന ട്രോഫികൾ, പ്രധാന കായിക ഇനങ്ങൾ, കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദം, ഒളിമ്പിക്സ്, അതിൻ്റെ അടിസ്ഥാന വികാരം, പ്രധാന വേദി, രാജ്യങ്ങൾ, ഇപ്പോൾ ഇപ്പോഴത്തെ വേദികൾ, ഇപ്പോൾ കറണ്ടായിട്ട് വരാൻ പോകുന്ന വേദികൾ ഏതൊക്കെയാണ്, വന്നേക്കുന്ന വേദികൾ ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് ശരിക്കും നോക്കി വെച്ചാൽ തന്നെ ആ പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുമേ. പ്രശസ്തമായ വിജയങ്ങൾ, കായിക താരങ്ങൾ, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം, വിൻ്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ്. അപ്പം പാരാ ഒളിമ്പിക്സ്, വിൻ്റർ ഒളിമ്പിക്സ് എന്നാണ്, എപ്പോഴാണ്, എവിടെയാണ് വേദി, ഇപ്പം കറണ്ടായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങളൊന്ന് നോക്കി നോക്കുക. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ഉറപ്പായും കിട്ടും. ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ്, വേദികൾ, രാജ്യങ്ങൾ, ഇത് പറഞ്ഞ പോലെ തന്നെ വേദി ഏത്, രാജ്യത്ത് ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം ഏത്, ഇതര വസ്തുക്കൾ ഏതാന്നൊക്കെയാണ്. അടുത്ത 8 ദേശീയ ഗെയിംസ്, 9 ഗെയിംസ് ഇനങ്ങൾ, മത്സരങ്ങൾ, താരങ്ങൾ, നേട്ടങ്ങൾ, 10 ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങളും വിനോദങ്ങളും. അടുത്തത് സാഹിത്യവും, ഇതും കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും കൂടുതൽ ചോദിക്കുക. മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ഓരോ പ്രസ്ഥാനത്തിൻ്റെയും പ്രധാന കീർത്തി, അവരുടെ കർത്താക്കൾ, എഴുത്തുകാർ, അവരുടെ തൂലികാനാമങ്ങളും അപരനാമങ്ങളും, കഥാപാത്രങ്ങൾ, പ്രശസ്തമായ വരികൾ, മലയാള പ്രതിവർത്തിൻ്റെ ആരംഭം, പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതി. അതിപ്പോൾ മലയാളത്തിലും ചോദിക്കാം, കറണ്ട് അഫയേഴ്സിലും ചോദിക്കാവേ ചിലപ്പോൾ സംഭവങ്ങളൊക്കെ. അപ്പം അത് രണ്ടും ഒന്ന് നോക്കി വെക്കുക. കൃതികൾ, ജ്ഞാനപീഠം നേടിയ മലയാളികൾ, മലയാള സിനിമയുടെ ഉത്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ. അടുത്തത് സംസ്കാരം, കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ, ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ, അങ്ങനെയൊക്കെ കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, അങ്ങനെയുള്ളത്. അടുത്തത് കറണ്ട് അഫയേഴ്സിൽ നിന്ന് 10 മാർക്ക്. അത് നിങ്ങളൊരു ഇപ്പോൾ ജൂൺ 20-നല്ലേ, അപ്പോൾ നിങ്ങൾ 2025 ലാസ്റ്റ് വരെ നോക്കിയാൽ മതി. ഒരു ജനുവരി വരെയൊക്കെ നോക്കുക. 2026 ജനുവരി വരെ ഉള്ളത് മാത്രം നോക്കുക. 2025, 2024, 2023 മാക്സിമം കവർ ചെയ്യുക. മാക്സിമം നിങ്ങളതിന് ഒരു ദിവസം നമ്മൾ ഉറപ്പായിട്ടും കറണ്ട് അഫയേഴ്സും പഠിക്കാൻ വേണ്ടി മാത്രമായിട്ട് സമയം മാറ്റി വെച്ചിരിക്കണം. എങ്ങനെ പോയാലും നിങ്ങളൊരു 1.5 മണിക്കൂർ, 1 മണിക്കൂർ, 1.5 മണിക്കൂർ വേണ്ട, ഒരു 1 മണിക്കൂർ നിങ്ങൾ ഒരു ദിവസം കറണ്ട് അഫയേഴ്സിന് മാർക്ക് വെക്കാൻ നിങ്ങൾക്ക് ഈ 10 മാർക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. കാരണം ഇത്ര പോർഷൻസേ ഉള്ളൂ. ഈ GK പോലെ കടൽ പോലെ കിടക്കുമല്ലോ. ആ 40 മാർക്കിനുള്ളതും നമ്മൾ നോക്കണ്ടെന്നല്ല, അത് കിട്ടിയാലേ നമുക്ക് റാങ്ക് ലിസ്റ്റ് കയറാൻ പറ്റത്തുള്ളൂ. എന്നാലും ഈ 10 മാർക്ക് നമുക്ക് ഇത്ര പോർഷൻ പഠിച്ചാൽ 10 മാർക്ക് നമുക്ക് നേടാൻ കഴിയും. അടുത്തത് ലഘുഗണിതവും മാനസിക ശേഷിയും. ഇതും ഈ പറഞ്ഞതുപോലെ 10 മാർക്കിന് ഇത്ര പോർഷൻ പഠിച്ചാൽ നമുക്ക് ആ മാർക്ക് കിട്ടും. അപ്പം ലഘുഗണിതം 5 മാർക്കിനാണ്. അതിൽ സംഖ്യകൾ, ഭിന്നസംഖ്യകളും ദശാംശസംഖ്യകളും, ശതമാനം, ലാഭം, നഷ്ടം, സാധാരണ പലിശ, കൂട്ടുപലിശ, അംശബന്ധവും അനുപാതവും, സമയവും ദൂരവും, സമയവും പ്രവൃത്തിയും, ശരാശരി, കൃത്രംഗങ്ങൾ, ജാമ്യങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണം, വ്യാപം തുടങ്ങിയവ പ്രോഗ്രനേഷനുകൾ. അടുത്തത് മാനസിക ശേഷി. അത് ശ്രേണികൾ, സംഖ്യാശ്രേണികൾ, അക്ഷരശ്രേണികൾ, ഗണിതചിഹ്നങ്ങൾ ഉപയോഗിച്ച് പ്രശ്നങ്ങൾ, സ്ഥാനനിർണയ പരിശോധന, ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പം മാക്സിമം വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഒരു ദിവസം ഒരു 1.5 മണിക്കൂർ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഈ 60 ദിവസം നിങ്ങൾ ഒരു 4 to 5 hours അല്ലാതെ ഉറങ്ങാൻ പറ്റില്ല. അതുപോലെ മെനക്കെടാനും അതുപോലെ വർക്കൗട്ട് ചെയ്യാനും തയ്യാറാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കയറും. ഇതെൻ്റെ ഉറപ്പ്. സമാന ബന്ധങ്ങൾ, ഒറ്റയാനെ കണ്ടെത്തുന്നത്, സംഖ്യാലോകന പ്രശ്നങ്ങൾ, കോഡിങ്ങും കുടുംബ ബന്ധം, ദിശാവബോധനം, ക്ലോക്സിലെ സമയവും കോണളവും, ക്ലോക്കിലെ സമയവും പ്രതിബിംബവും, കലണ്ടറും തീയതിയും, ക്ലറിക്കൽ ശേഷി പരിശോധിക്കുന്ന ചോദ്യങ്ങൾ. ഇത്രയാണ് മാത്സിന്. അപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻസും മറ്റും എടുത്ത് വർക്ക് ചെയ്ത് തന്നെ പഠിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ 10 മാർക്ക് കിട്ടും. ഒരു ദിവസം ഒരു 1.5-2 മണിക്കൂർ മാത്സിന് വേണ്ടി മാറ്റി വെക്കുക. നാലാമത്തെയാണ് ജനറൽ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് എത്ര മാർക്കിനാണ്? മൊത്തം 10 മാർക്കിന്. അപ്പം ഇംഗ്ലീഷ് ഗ്രാമർ 5 മാർക്കിനും വൊക്കാബുലറി 5 മാർക്കിനുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷ് ഗ്രാമറിൽ ടൈപ്പ് ഓഫ് സെൻറ്റൻസസ്
ആൻഡ് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ് 2 ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച് എഗ്രിമെൻറ്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബ് 3 ആർട്ടിക്കിൾസ് 4 യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെബ്സ് 5 6 ക്വസ്റ്റ്യൻ ടാഗ് 7 ഇൻഫിനിറ്റീവ്സ് ആൻഡ് ഇത് 8 ടെൻസസ് 9 ടെൻസസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസസ് 10 പ്രൊപ്പോസിഷൻ 11 ഇത് യൂസ് ഓഫ് കറക്റ്റ് ലേറ്റീവ് active and vice voice, correction of sentence, degree of comparison. Vocabulary, single and plural changes of gender, collective nouns, word formation and other words used in prefix and suffix. 3 compound words, 4 synonyms, 5 antonyms, 6 phrasal verbs, 7 foreign words and phrases, 1 word substitution, 8 9 word often confused, 10 സ്പെല്ലിംഗ് ടെസ്റ്റ്, 11 ഇഡിയോംസ് ആൻഡ് ദെയർ മീനിങ്സ്, 12 എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് കോമൺ ആബ്രിവേഷൻസ്. ഇത്രയാണ് 10 മാർക്കിന് ചോദിക്കുന്നത്. മാത്സ് പോലെ തന്നെ ഇത് ഒരു പോർഷനാണ്, അത്രയും പോർഷൻസ്. അതിന് മാക്സിമം നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് വർക്കൗട്ട് ചെയ്യുക. ഇംഗ്ലീഷൊക്കെ കൂടുതലും പ്രീവിയസ് തന്നെയാണ് ചോദിക്കുക. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 10 ഒരു 8 മാർക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് മേടിക്കാൻ പറ്റും. അപ്പോൾ അടുത്തത് സ്പെഷ്യൽ ടോപ്പിക്സാണ്. അഞ്ചാമത്തേത് എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്, അഞ്ചാമത്തെ പ്രാദേശിക ഭാഷകളാണ് 10 മാർക്കിന്. മലയാളത്തിൻ്റെ നമ്മുടെ പ്രാദേശിക ഭാഷ മലയാളമാണല്ലോ. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാന പദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം, ഇവയൊക്കെയാണ് പ്രാദേശിക ഭാഷയിൽ നിന്ന് ചോദിക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് എഴുത്തച്ഛൻ പുരസ്കാരങ്ങൾ അങ്ങനെ മലയാളത്തിൽ നിന്ന് വരുന്നിട്ടുള്ളതൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ അവർ. അങ്ങനെയുള്ളതും കൂടി നോക്കുക. കറണ്ട് അഫയേഴ്സ് നോക്കുമ്പോൾ അടുത്ത ആറാമത്തെ സ്പെഷ്യൽ ടോപ്പിക്സ് തസ്തികയുടെ ജോലി സ്വഭാവവുമായുമുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് CPO, WCPO അങ്ങനെയുള്ളതിൻ്റെ മാത്രം, അതായത് സിവിൽ എക്സൈസ് അങ്ങനെയുള്ളതിനാണ് ഈ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതിൽ പാർട്ട് 1 4 മാർക്കിനാണ്. ഇത് ഭാരതനാട്യ ന്യായസാധ്യ 2023 ഡെഫിനീഷൻ ആൻഡ് ജനറൽ എക്സ്പ്ലനേഷൻ, അതായത് സെക്ഷൻസ് വേർഡ് എക്സ്പ്രഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ 2, 3, 4, 8, 13, 14, 28, 5 ഈ സെക്ഷൻസ് ഒക്കെ എന്താണ്? ചൈൽഡ്, കോൺഫ്ലിക്റ്റ്, ഡോക്യുമെന്റ്, ഹാർബർ, ഇൻഷുറി, പബ്ലിക് സെർവൻറ്റ്, ആക്ട്സ് ഡൺ ബൈ സെവറൽ പേഴ്സൺസ് ഇൻ ഫർദറൻസ് ഓഫ് കോമൺ ഇൻറ്റൻഷൻസ്. ഇത്രയും സംഭവത്തിന് 4 മാർക്ക് അത് ചോദിക്കും. അടുത്ത സെക്ഷൻ പണിഷ്മെന്റ് 4 ആൻഡ് 11 അതും ചോദിക്കും. ജനറൽ എക്സ്പെക്റ്റേഷൻസ് ഇത്രയും കൊടുത്തേക്കുന്ന സെക്ഷൻസിൽ നിന്നും അതിൻ്റെ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണെന്നാണ് കൊടുത്തേക്കുന്നത്. ഈ സെക്ഷൻസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ എന്താണെന്ന് നോക്കി വെക്കണം, ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഒരു 2 മണിക്കൂർ സ്പെഷ്യൽ ടോപ്പിക്സ് നിങ്ങൾക്ക് WCPO അല്ലെങ്കിൽ CPO ആവണം, അതിനു വേണ്ടി പ്രയത്നിക്കുന്നവരാണെങ്കിൽ ഈ സ്പെഷ്യൽ ടോപ്പിക്സ് ഈ സെക്ഷൻസ് ഇതിൽ കൊടുത്തേക്കുന്ന സെക്ഷൻസ് അത്രയും തറവായിട്ട് നോക്കണം. അടുത്തത് ഓഫൻസ് അഗെയിൻസ്റ്റ് വുമൻ ആൻഡ് ചൈൽഡ് എന്നുള്ളതിൻ്റെ അകത്തെ സെക്ഷൻസ് ആണ്. അതും സെക്ഷൻസ് ആണ് ഈ കൊടുത്തേക്കുന്നത്. ഓഫൻസ് ആൻഡ് അതിൻ്റെ പണിഷ്മെൻ്റ് എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഏത് സെക്ഷൻ ഏത് വർഷം, ഇപ്പം ഇത് സെക്ഷനും അതെന്തിനുള്ളതാണെന്നും ഇവിടെ നമുക്ക് ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതെന്ന് വന്നു, എന്ന് നിലവിൽ വന്നു, അങ്ങനെയുള്ള ഇയർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, അങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മൾ നോക്കി വെച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഇവർ പ്രസ്താവന പോലെ ആയിരിക്കും ചോദിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് ഉറപ്പായും 20 മാർക്കിന് ഇത് ചോദിക്കേ പറ്റുള്ളൂ. അപ്പം ഇത് ഓഫൻസ് അഗെയിൻസ്റ്റ് വുമൻ ആൻഡ് ചൈൽഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇനി അടുത്തത് ഓഫൻസ് അഫക്റ്റിംഗ് ദ ഹ്യൂമൻ ബോഡി, ഒരു ഹ്യൂമൻ ബോഡീനെ അഫക്റ്റ് ചെയ്യുന്ന ഓഫൻസുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ പണിഷ്മെൻ്റ് എന്തൊക്കെയായിരിക്കും, നമുക്ക് എന്തൊക്കെ രീതിയിൽ ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും, നമ്മൾ ഇതെവിടെ കംപ്ലൈൻറ്റ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും നോക്കണം. നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്ക് കവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, നിങ്ങൾ പഠിക്കുന്ന
ഒഫൻസുകൾ അല്ലെങ്കിൽ പഠിക്കുന്ന സെക്ഷൻസും അതിനുമായിട്ട് ബന്ധപ്പെട്ടത് തറവായിട്ട് പഠിക്കുക. അപ്പം അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് വിട്ടുപോകാത്ത രീതിയിൽ ബൈ ഹാർട്ടായിട്ട് നന്നായിട്ട് പഠിക്കുക. സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ പ്രീവിയസ് ഒക്കെ എടുത്ത് നോക്കുക. ഏതെങ്കിലും കോർ ഏരിയാസ് ഒക്കെ ഉണ്ടാവും, ആ കോർ ഏരിയാസ് ഒക്കെ ഏതൊക്കെയാണെന്ന് നോക്കുക. അപ്പം നിങ്ങൾക്ക് കുറേ മാർക്കൊക്കെ കിട്ടും. 20-ൽ 10 മാർക്കൊക്കെ കിട്ടും. ബാക്കി 10 മാർക്കിനെ നമ്മൾ ശരിക്കും വർക്ക് ചെയ്താലേ കിട്ടത്തുള്ളൂ. അത് ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത് കൊണ്ട് ഈ ഒഫൻസുകളൊക്കെ അത്ര ഇമ്പോർട്ടൻസ് ആണ്. 20 മാർക്കിന് ഈ ഒഫൻസുകളാണ് ചോദിക്കുന്നത്. സ്പെഷ്യൽ ടോപ്പിക്സിനൊരു ഇതുണ്ട്. അപ്പോൾ അതിലും ഉണ്ട് ഒരു കോർ ഏരിയ. എല്ലാ സബ്ജക്റ്റുകൾക്കും എപ്പോഴും ചോദിക്കുന്ന ഒരു കോർ ഏരിയ ഉണ്ടാവും. PSCക്കാർക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന കോർ ഏരിയ. അത് നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത്. കാരണം അത് എല്ലാവർക്കും കിട്ടുമായിരിക്കും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആർക്കും കിട്ടാത്തതും നിങ്ങൾക്ക് കിട്ടണം. മാർക്ക് നിങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ 60 ദിവസം കൊണ്ട് റാങ്ക് ലിസ്റ്റ് വരാൻ പറ്റുള്ളൂ. അതുപോലെ നിങ്ങൾ വർക്ക് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. എനിക്ക് തോന്നുന്നു 4 മണിക്കൂർ കൂടുതൽ ഉറങ്ങാനുള്ള ടൈമൊന്നും ഇനി 60 ദിവസത്തേക്ക് നോക്കണ്ട. ജൂൺ 20 വരെ അതുപോലെ വർക്ക് ചെയ്യുക. അടുത്തത് ഒഫൻസ് എഗെയിൻസ്റ്റ് ദ പബ്ലിക് ട്രാൻക്വിലിറ്റി. അതിൻ്റെ സെക്ഷൻസും ഒഫൻസ് ബൈ ഓർ റിലേറ്റിംഗ് ടു പബ്ലിക് സർവൻസ്, അതിൻ്റെ സെക്ഷൻസും അതിൻ്റെ പണിഷ്മെൻറ്റും. ഓഫൻസ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇതും അതിൻ്റെ സെക്ഷൻസും അതിൻ്റെ പണിഷ്മെൻറ്റും. അടുത്തത് പാർട്ട് 2 ആയിട്ട് വരുന്നത് 3 മാർക്കിനാണ്. ഇത് ഭാരതീയ നാഗായിക് സുരക്ഷാ സംഹിത 2023 ഡെഫിനേഷൻ, അതിൻ്റെ സെക്ഷൻസും. ഇത് പാർട്ട് 2 3 മാർക്കിനാണ് ചോദിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഒരുപാട് ഇത് വരുന്നതാണ്. നമ്മൾ വീഡിയോ ഓഡിയോ സംഭവങ്ങൾ, അതായത് കംപ്ലൈൻറ്റ് നമ്മൾക്കിപ്പം നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഓരോ പെൺകുട്ടികളുടെ ആണെങ്കിലും വീഡിയോസൊക്കെ എടുത്ത് പബ്ലിഷ് ചെയ്യുന്ന സംഭവമൊക്കെ ആയിട്ട് ഒരുപാടുണ്ട്. അങ്ങനെയുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണിത്. പവേഴ്സ് ഓഫ് സുപ്പീരിയർ ഓഫീസേഴ്സ് ഓഫ് പോലീസ് ആൻഡ് എയ്ഡ് ടു ദ മജിസ്ട്രേറ്റ്സ് ആൻഡ് ദ പോലീസ്. അപ്പോൾ പോലീസിനും മജിസ്ട്രേറ്റിനും ഒക്കെയുള്ള പ്രത്യേക പരിഗണന അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ എന്താണെന്നാണ് അടുത്തിതിൽ പറയുന്നത്. പിന്നെ സമൺസ് ആൻഡ് വാറൻറ്റ്. സെമൺസ് ആൻഡ് വാറൻറ്റ്. സമൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ നമുക്ക് ഒരിത് അറിയിപ്പ് വരുവാണ് പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ, നമ്മളതിന് ചെല്ലാൻ വേണ്ടിയിട്ട് അവർ വിടുന്നതാണ് സമൺസ്. വാറൻ്റ് എന്ന് വെച്ചാൽ അവർ പറയുന്ന ടൈമിൽ ചെന്നില്ലെങ്കിൽ അവർക്ക് നമ്മളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള അധികാരമുണ്ട്. അപ്പോൾ അതെന്തിനൊക്കെയാണ് സമൺസും വാറൻറ്റും വിടുന്നത്, നമ്മൾ അതിനെങ്ങനെയാണ് കോപ്പറേറ്റ് ചെയ്യേണ്ടത്, അങ്ങനത്തെ സംഭവങ്ങളാണ് അടുത്തത് ചോദിക്കുന്നത്. സെർച്ച് ഫോർ CSR സെക്ഷൻസും കണ്ടൻറ്റും. നിങ്ങൾക്ക് ഒരു സെർച്ച് വാറൻറ്റ്, നമ്മുടെ വീടൊക്കെ സെർച്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ വാറൻറ്റ് വേണമല്ലേ, ചുമ്മാ വന്ന് സെർച്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കേസിൽ നമുക്ക് സെർച്ച് വാറൻറ്റ് പുറപ്പെടുവിച്ചാൽ നമ്മൾ ഇപ്പോൾ സെർച്ച് വാറൻറ്റ് ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ അലോ ചെയ്യണോ, എന്താ സംഭവം എങ്ങനെയാണെന്നുള്ളതാണ് സെർച്ച് ഫോർ CSR. അത് എവിടെ ഇപ്പോൾ വീടാണേലും ഓഫീസാണേലും ഓക്കെ. അടുത്തത് മെയിൻറ്റെയിൻ ഓഫ് പബ്ലിക് ഓർഡർ ആൻഡ് പ്രയോറിറ്റി. നമ്മൾ പബ്ലിക് ഓർഡറും നമ്മളൊരു പബ്ലിക് ഇത് ചെയ്യേണ്ട സംഭവങ്ങളും ഒക്കെയാണ് സെക്ഷനും കണ്ടൻറ്റും ഒക്കെയാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. നമ്മൾ പബ്ലിക്കായിട്ടുള്ള ഇപ്പോൾ പോലീസിനും പട്ടാള ഉദ്യോഗസ്ഥർ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കേണ്ട ഒരു മിനിമം സംഭവങ്ങൾ അതെന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പ്രിവെൻറ്റീവ് ആക്ഷൻ ഓഫ് ദ പോലീസ്, അതും
നമ്മൾ എന്തെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വയം കേസെടുക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ഇൻഫർമേഷൻ ടു ദ പോലീസ് ആൻഡ് ദെയർ പവേഴ്സ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റീവ്. അപ്പം നമ്മൾ കേസ് കൊടുത്തില്ലെങ്കിലും അവർക്ക് ചില കേസുകളിൽ അവർക്ക് സ്വന്തമായിട്ട് കേസെടുക്കാൻ പറ്റും, അങ്ങനെയുള്ള കേസെടുത്ത് ആക്ഷൻ എടുക്കാൻ പറ്റും, അങ്ങനെയുള്ള സംഭവങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്നാന്ന് പറഞ്ഞാൽ അവരുടെ എന്തൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ കേസ് കൊടുക്കാതെ എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് നടക്കാം, കേസ് കൊടുത്ത് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന എന്തൊക്കെ, അതൊക്കെയാണ് ഈ ഇതിൽ പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഡീപ്പായിട്ട് പഠിക്കണം. അടുത്തത് പാർട്ട് 3 എന്താ ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 ഡെഫിനിഷൻ. സെക്ഷൻ 2D അങ്ങനെയൊക്കെയാണ്. അത് വേർഡ് ഫോർ എക്സ്പ്രഷൻസ് അതെന്തൊക്കെയാണ്, ഡോക്യുമെൻ്റ്, എവിഡൻസ്, അങ്ങനെ നമ്മളിപ്പം ഒരു കേസിൻ്റെ ഇത് തെളിയിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റേതായ ചിട്ടവട്ടങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. അടുത്തത് സ്റ്റേറ്റ്മെൻറ്റ്സ് ബൈ പേഴ്സൺസ് ഹു കനോട്ട് ബി കോൾഡ് ആസ് വിറ്റ്നസ്. ഒരു വിറ്റ്നസ്സിനെ സംബന്ധിച്ചിട്ടുള്ള സെക്ഷൻസും അതും മറ്റുമാണ് ഈ സെക്ഷൻസിലും അതിൻ്റെ കണ്ടൻസും ഒക്കെ ആയിട്ട് പറയുന്നത്. ഒപ്പീനിയൻസ് ഓഫ് തേർഡ് പേഴ്സൺസ് വൺ റെലവൻറ്റ്, അതാണ് ഇനിയുള്ള കണ്ടൻറ്റും സെക്ഷൻസും ഒക്കെ പറയുന്നത്. അപ്പോൾ ഇത്രയും പാർട്ട് 4 കേരള പോലീസ് ആക്ട് 2011. കേരള പോലീസിനെ മാത്രം സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് ആണ് പാർട്ട് 4 ചോദിക്കുന്നത്. സെക്ഷൻസ്, അത് കേരള പോലീസിൻ്റെ സെക്ഷൻസ് എന്തൊക്കെയാണ്, ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്നാണ്, പോലീസ് സർവീസിൽ കയറാനുള്ള സിറ്റിസൺസിൻ്റെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ എഫിഷ്യൻസി എന്താണ്, അങ്ങനെ സ്പെഷ്യൽ വിങ്സ്, അങ്ങനെയുള്ള കേരള പോലീസിനെ സംബന്ധിക്കുന്ന സംഭവങ്ങളാണ് 3 മാർക്കിന് ചോദിക്കുന്നത്. പിന്നെ ഇത് നർക്കോട്ടിക് ഡ്രഗ്സ്, ഫൈക്കോട്ടിക് സബ്സ്റ്റൻസ്, അതായത് നമ്മുടെ ഈ കള്ള്, കഞ്ചാവ്, അങ്ങനെ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് 2 മാർക്കിന് ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് നിയമങ്ങളും സംഭവങ്ങളും കൈ വെക്കുന്നതിനും ഒക്കെ ആയിട്ട് ആസ്പദമാക്കിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്, അതായത് ഇപ്പോൾ കുഞ്ഞു കുട്ടികൾ, 18 വയസ്സ് 16 വയസ്സ് താഴെയുള്ള എന്തിന് 2-3 വയസ്സുള്ള ആൾക്കാർ വരെ ഇപ്പം സെക്ഷൽ അബ്യൂസിന്, അതായത് റേപ്പ് സംഭവം എല്ലാവർക്കും അറിയാലോ, ഒക്കെ വിധേയമാവുന്നുണ്ട്. അതിനുള്ള ഇതാണ് 2 മാർക്കിന് ചോദിക്കുന്നത്. 2012 വന്നതാണ് അതിൻ്റെ സെക്ഷൻസ്. അതെന്തൊക്കെ, എങ്ങനെ നിലവിൽ വന്നു, ഇപ്പം എങ്ങനെയൊക്കെ പ്രാവർത്തികമാക്കാം, അത് ഒരു കൊച്ചിന് വന്നാൽ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളതാണ് ആ സെക്ഷനിൽ പറയുന്നത്. അടുത്തത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. നമ്മളിപ്പം ഇപ്പോഴത്തെ കാലത്ത് ടെക്നോളജി, അതായത് നമുക്ക് മൊബൈലില്ലാത്തവരും യൂട്യൂബില്ലാത്തവരും ലാപ്ടോപ്പും സംഭവം ഇല്ലാത്ത ആൾക്കാരൊന്നുമില്ല. അങ്ങനെയുള്ള ആൾക്കാർ അത് മിസ്യൂസ് ചെയ്യുമ്പോൾ, ഇപ്പം മിസ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ളവരെ പണിഷ് ചെയ്യുന്ന രീതിയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന ഒഫൻസ്, നമ്മളെവിടെ കംപ്ലയിൻറ്റ് ചെയ്യണം, എങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യണം, അങ്ങനെയുള്ള ഇതൊക്കെ അടങ്ങുന്നതാണ് ഈ സെക്ഷനിൽ അടങ്ങുന്ന ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ടിൽ. അത് സൈബർ സെല്ലിൻ്റെ അണ്ടറിൽ വരുന്ന കേസുകളാണ്. സൈബർ സെല്ലാണ്, അതൊക്കെ അറിയാലോ. അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും തന്നെ സൈബർ സെല്ലിൻ്റെ അണ്ടറുണ്ട്. അപ്പം ഇത് ഉപയോഗിച്ച് തെറ്റ് ചെയ്യുന്നവർക്കിട്ടുള്ള സംഭവമാണ് ഇത്. റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് 2005, അത് നമുക്ക് എന്തെങ്കിലും വിവരാവകാശം അറിയാലോ, വിവരാവകാശ നിയമമാണ് 2005. അപ്പം നമുക്ക് വിവരാവകാശ നിയമത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. വിവരാവകാശ നിയമം ഉപയോഗിച്ച് നമുക്ക് എന്തിനെക്കുറിച്ചെങ്കിലും ഒരു കാര്യം അറിയണമെങ്കിൽ നമുക്ക് നിയമം കൊടുക്കാൻ പറ്റും.
അത് ചെന്ന് നമ്മളവിടെ ഒരു അപേക്ഷ കൊടുത്താൽ നമുക്കിപ്പം 2005 നിയമം ഒന്നാണ് വിവരാവകാശ നിയമം പ്രകാരം നമുക്ക് വേണ്ട റിപ്പോർട്ടുകൾ എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലെയും റിപ്പോർട്ടുകൾ നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ കൊടുത്തേക്കുന്ന സെക്ഷൻസിനെ കുറിച്ചും ഇപ്പം പറഞ്ഞേക്കുന്ന സംഭവങ്ങളെ കുറിച്ചാണ് 20 മാർക്കിന് ചോദിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും പഠിക്കണം. ഇനി അടുത്തത് നമുക്ക് ഈ 60 ദിവസം കൊണ്ട്, അപ്പോൾ ഒരു 60 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ ഇത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു സ്റ്റഡി പ്ലാനാണ് ഞാനിനി പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഞാൻ പറയുന്നു, ഇനി 60 ദിവസമേ ഉള്ളൂ, പഠിച്ചാൽ ഒരിടത്തും എത്തില്ല എന്നൊന്നും വിചാരിക്കേണ്ട. മാക്സിമം വർക്കൗട്ട് ചെയ്യുക, മാക്സിമം നമ്മുടെ മാക്സിമം നോക്കുക. ഒരു ദിവസം ഒരു 4-5 മണിക്കൂർ മാത്രം ഉറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് വരാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളൊന്ന് ഞാൻ ഈ പറയുന്ന മെത്തേഡ്സ് ഒന്ന് ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് വരാൻ കഴിയും. നിങ്ങൾ പ്രയത്നിക്കുക, അല്ലാതെ പണ്ടത്തെ പോലെ ഇതൊക്കെ ഭാഗ്യം അതൊന്നും പറഞ്ഞിരിക്കേണ്ട. നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് വർക്കൗട്ട് ചെയ്താൽ ഉറപ്പായും ഗവൺമെൻറ് ജോലി കിട്ടും. അതാണ് ഇന്നത്തെ സിറ്റുവേഷൻ. അല്ലാതെ ചുമ്മാ ഇരുന്നിട്ട് ഇത്രയും ആൾക്കാരുണ്ട്, ഇത്രയും ആൾക്കാർക്ക് ഇതുവരെ കിട്ടാത്ത ജോലി എനിക്കിപ്പോൾ കിട്ടുമല്ലേ, അങ്ങനെ ഇങ്ങനെ എന്തോരം പേരെഴുതുന്നു, അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കണം. നമ്മൾ നമ്മുടെ കാര്യം മാത്രം വിചാരിച്ച് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അതിനാദ്യം ചെയ്യേണ്ടത് ഇനി വരുന്ന 60 ദിവസങ്ങളിൽ ഒരു 4 മണിക്കൂർ, മാക്സിമം പോയ 5 മണിക്കൂർ, അതിൽ കൂടുതൽ ഒരിക്കലും ഉറങ്ങാതിരിക്കുക. ബാക്കിയുള്ള സമയം മുഴുവൻ പഠിക്കാൻ യൂട്ടിലൈറ്റ് ചെയ്യുക. ഒരു പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, കല്യാണം കഴിയാത്ത പിള്ളേരൊന്നും ഇല്ലാത്ത വീട്ടമ്മമാരല്ലാത്ത ചുമ്മാ ഇരിക്കുന്ന പിള്ളേർക്കാണെങ്കിൽ അത് അത്യാവശ്യം ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന പിള്ളേർക്കാണെങ്കിൽ അത് സുഖമായിട്ട് നടക്കുന്ന കേസ് കെട്ടാണ്. അങ്ങനെയുള്ള പിള്ളേരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കത് കഴിയും. ഇനി വീട്ടമ്മമാരാണ്, കുട്ടികളുണ്ട്, വീട്ടിലെ സാഹചര്യങ്ങൾ അങ്ങനെ നിങ്ങളുടെ സാഹചര്യം നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മാക്സിമം ടൈം, ഒരു ദിവസം ഒരു 6 മണിക്കൂറെങ്കിലും നിങ്ങൾ മാക്സിമം പഠിക്കാനുള്ള സമയം നിങ്ങൾ ഉണ്ടാക്കുക. അപ്പം നിങ്ങൾ പഠിക്കുന്ന പോർഷൻസ് അത് നമുക്ക് തറവായിരിക്കണം. ഉറപ്പായിട്ടും തറവായാൽ മാത്രമേ അത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എത്താൻ പറ്റും, റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റും. അപ്പോൾ ഇനിയുള്ള ഇത്ര 60-70 ദിവസം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റും. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലേ ദിവസം കിടക്കുന്നതിന് മുന്നേ ഇന്ന് എന്തൊക്കെ ടോപ്പിക്സ് പഠിക്കണം എന്ന് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ഇന്ന് എന്തൊക്കെ ടോപ്പിക്സ് പഠിക്കണം, ഏതൊക്കെ പോർഷൻസാണ്, എവിടെയൊക്കെയാണ്, എന്തോരം നമ്മൾ കവർ ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുന്നു അത്രയും പോർഷൻസ് കവർ ചെയ്തതിന് ശേഷം മാത്രമേ കിടന്നുറങ്ങാൻ പറ്റത്തുള്ളൂ. അതും ഒരു ചെറുതൊന്നുമല്ല, ചെറിയ പോർഷൻസൊക്കെ വെച്ച് കവർ ചെയ്യാനിരുന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും തീരില്ല. നിങ്ങൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഒരു ഹ്യൂജ് പോർഷൻ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാ ദിവസവും ഉറപ്പായിട്ടും സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ടതാണ്. സ്പെഷ്യൽ ടോപ്പിക്കും കറണ്ട് അഫെയർസും മാത്സും ഇംഗ്ലീഷും നിർബന്ധമായിട്ടും പഠിക്കണം. ആ 4 സബ്ജക്റ്റിന് വേണ്ടിയിട്ട് ടൈം മാറ്റി വെച്ചിട്ട് ബാക്കി സമയം ബാക്കിയുള്ള പോർഷൻസ് പഠിക്കണം. ബാക്കിയുള്ള പോർഷൻസ് പഠിക്കണം എന്നല്ല, ഈ 4 സബ്ജക്റ്റ് പഠിക്കാൻ എന്നും ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. എല്ലാ ദിവസവും സ്പെഷ്യൽ ടോപ്പിക്സും കറണ്ട് അഫെയർസും മാത്സും ഇംഗ്ലീഷും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അടുത്തത് HCRT ചാപ്റ്റർ. ഇപ്പം എല്ലാ ക്വസ്റ്റ്യൻസിലും ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ളതാണ് പ്രസ്താവന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ SCRT ചാപ്റ്റേഴ്സ് കവർ ചെയ്തേ പറ്റത്തുള്ളൂ. SCRT ചാപ്റ്റേഴ്സ് നിങ്ങൾ നോക്കുന്ന ചാപ്റ്റേഴ്സ് തറവായിട്ട് നോക്കുക. ആ വരുന്ന ക്വസ്റ്റ്യൻസ് ഇതിൽ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം കവർ ചെയ്യുക. SCRT ചാപ്റ്റേഴ്സും കവർ ചെയ്യണം. പിന്നെ ശനി ഞായറും നിങ്ങളൊരു പുതിയ ടോപ്പിക്സ് എടുക്കാൻ പോകരുത്. അത് ഈ ഒരു വർഷത്തെ നിങ്ങൾ ഒരാഴ്ചത്തെ റിവിഷനെ നടക്കാവുള്ളൂ. പിന്നെ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് വേണം പോർഷൻസ്. GK ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക. മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചുമ്മാ ചറ പറയാന്ന് കേട്ടുമില്ല, ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻ എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, ഇത് ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഇട്ടു എന്ന് ചിന്തിച്ച് അതിൻ്റെ ഓപ്ഷൻസ് പഠിക്കുക. അതിൻ്റെ ഓപ്ഷൻസും പഠിക്കുമ്പോൾ നിങ്ങൾക്കൊരു 10-25 GK നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഒരു പോർഷൻ നിങ്ങൾ പഠിക്കും. ആ ഒരു പോർഷൻ നിങ്ങൾ പഠിക്കുകയാണ്. ഇപ്പോൾ GKക്ക് ഒരു ടെക്സ്റ്റ് എടുത്ത് ഒരു പോർഷൻ എടുത്തിരിക്കുന്നതിനേക്കാളും പെട്ടെന്ന് നമുക്ക് പോർഷൻ കവറാകും. നിങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് പഠിച്ചു നോക്കാം. ഈ രീതിയിലൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. നിങ്ങൾക്ക് ഗുണമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത
സിലബസും അത് പഠിക്കേണ്ട പ്ലാനുമായിട്ട് അടുത്ത ദിവസം വരുന്നതാണ്. ബാക്കി എൻ്റെ പേജിൽ കിടക്കുന്ന ക്ലാസ്സുകളും കൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് കണ്ടു നോക്കണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു.